ഗാലറിയിലിരുന്ന് കളി കണ്ടവരൊക്കെ മുഖ്യമന്ത്രിയാകണമെന്നുള്ള മോഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. അതൊരിക്കലും ആഹ്, അനുവദിച്ചുകൂടാ എന്നാണ് ഇപ്പം വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന പക്ഷം സോഷ്യൽ മീഡിയയിലൊക്കെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ ആകും അല്ലെങ്കിൽ അദ്ദേഹം ആകണം കേരളത്തിന്റെ മുഖ്യമന്ത്രി യു.ഡി.എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ എന്നാണ് കെ. സുധാകരൻ കഴിഞ്ഞ ദിവസം അങ്ങനെയുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി. അതിനെ തുടർന്നുള്ള ചർച്ചകൾ ഇപ്പം വലിയ വിവാദങ്ങളായി മാറുകയാണ്. കെ.സി. ആവുമോ വി.ഡിയെ വെട്ടിയിട്ട് മുഖ്യമന്ത്രി? കെ സുധാകരൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചതായിട്ട് ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു. ഇപ്പം കെ സിയെ പിന്തുണയ്ക്കുന്നു. കോൺഗ്രസ് ജയിച്ച് അധികാരത്തിലൊന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നി ഈ വിവാദം ഉണ്ടാക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിന് യു.ഡി.എഫിന് ഭൂരിപക്ഷം കിട്ടി ഇലക്ഷൻ റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. അപ്പോ ഇപ്പോഴ് ഈ നമ്മള് മലയാളത്തിലുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ, മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. ആ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയുള്ള ഒരു ലജ്ജാകരമായ ചർച്ചയായിട്ട് ഇത് പര്യവസാനിക്കാതെ പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആദ്യം തന്നെ. കെ.സി. വേണുഗോപാല് മുഖ്യമന്ത്രി ആകാൻ യോഗ്യതയില്ലാത്ത ആളാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. കെ.സി. വേണുഗോപാല് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കെ.സി. വേണുഗോപാൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്താണ് അദ്ദേഹം മാറുന്നത്. പിന്നീട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി. ഇപ്പോൾ വർഷങ്ങളായിട്ട് അതുപോലെ കേരളത്തിലെ ആലപ്പുഴയിൽ നിന്നും നിരവധി തവണ MLA ആയിട്ട് ജയിച്ചു. ആലപ്പുഴ ഒരു സേഫ് മണ്ഡലമൊന്നും അല്ലായിരുന്നു. PK വാസുദേവൻ നായരും TV തോമസും ഒക്കെ ജയിച്ച ആലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമായ ആലപ്പുഴയിൽ വന്ന്, പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് വന്ന് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവിടെ വിജയിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അതുപോലെ മാത്രമല്ല ലോക്സഭയിലേക്കും അദ്ദേഹം നിരന്തരം അവിടുന്ന് അദ്ദേഹം മത്സരിച്ചപ്പോഴൊക്കെ ജയിച്ചിട്ടുണ്ട് ലോക്സഭയിലേക്ക്. കെ.സി. ഒരു അർഹതയില്ലാത്ത രാഷ്ട്രീയക്കാരനാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് എന്ന് എനിക്ക് അഭിപ്രായമില്ല. കെ.സി. വേണുഗോപാൽ എന്തുകൊണ്ടും അർഹതയുള്ള ആളാണെന്ന് തന്നെ ഞാൻ പറയും. അദ്ദേഹം മുഖ്യമന്ത്രി ആകണോ വേണ്ട എന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ കോൺഗ്രസ് ഭൂരിപക്ഷമുള്ള MLA തീരുമാനിക്കട്ടെ. വി.ഡി. സതീശനാകണോ, രമേശ് ചെന്നിത്തല ആകണോ, കെ.സി. വേണുഗോപാൽ ആകണോ, ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് പിന്നെ ഇതിൽ ഒരാളാകണോ, അയാളെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു PR എക്സർസൈസ് നടത്താൻ ഞാൻ തയ്യാറല്ല. പക്ഷെ കെ.സി. വേണുഗോപാലിന് ഇതിലെ പലരുടെയും രാഷ്ട്രീയ പാരമ്പര്യം എടുത്തു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയിലെ നിരവധി സ്ഥാനങ്ങൾ കൃത്യമായിട്ട് വഹിച്ച വ്യക്തി എന്നുള്ള നിലയിൽ, അത് മാത്രമല്ല ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ ഒരു സ്ഥാനം ഒരു മലയാളിക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. AICC ആദ്യം സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയുമായിട്ട് വാസുദേവ പണിക്കർ ഇരുന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തല AICC സെക്രട്ടറി ആയിട്ടുണ്ട്. ഞാൻ ആ കാലത്തൊക്കെ ഞാൻ ഡൽഹിയിൽ വെച്ചിട്ട് ചെന്നിത്തല തീർച്ചയായിട്ടും അദ്ദേഹം ഡൽഹിയിലൊക്കെ വലിയ സ്വാധീനം ആ സമയത്ത് ഉണ്ടാക്കിയെടുത്തിരുന്നു. ചെന്നിത്തല അഖിലേന്ത്യാ തലത്തിൽ NSU പ്രസിഡന്റും NSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും ആയിട്ടുണ്ട്. പക്ഷെ കെ.സി. വേണുഗോപാൽ ഇപ്പോൾ വഹിക്കുന്ന ചുമതല അത് വഹിച്ച ഒരു മലയാളിയും കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അദ്ദേഹം ഇതിനു മുമ്പ് അഹമ്മദ് പട്ടേൽ ഇരുന്ന ഒരു പൊസിഷനാണ്. കോൺഗ്രസിന്റെ സംഘടനയെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ അർഹതയില്ല എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ പാർട്ടി MLA തെരഞ്ഞെടുക്കപ്പെടുന്ന MLA കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷമുള്ള MLA ആരെ തീരുമാനിക്കുന്നു അവരെ മുഖ്യമന്ത്രി ആക്കണം. അതുപോലെ ഘടകകക്ഷികളും ആ വ്യക്തിയെ അംഗീകരിക്കണം. ഇതാണ് എനിക്ക് തോന്നുന്ന ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് കെ.സി. വേണുഗോപാൽ എന്ന വ്യക്തിയുടെ ഒരു കർമ്മകുശലതയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചോ നമുക്ക് ചർച്ച ചെയ്യാം. യോഗത്തിന് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം ഞാൻ ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലും ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിലും ഇദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഞാൻ അടുത്തു നിന്ന് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഇവിടെ എന്താണ് വി.ഡി. സതീശന് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അദ്ദേഹം മന്ത്രിയായിട്ടില്ല, അങ്ങനെയുള്ള പ്രധാന പദവികളൊന്നും അദ്ദേഹം വഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്താൻ സാധിക്കുക? കെ.സിയെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം കേന്ദ്രത്തിലടക്കം മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട് 2012-14 കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ പോലെ അനുയോജ്യൻ ആരാണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്കറിയാം തെരഞ്ഞെടുപ്പിനെ
ഇപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെയൊക്കെ VD നയിച്ചിട്ട് വലിയ വിജയം കോൺഗ്രസിന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും ഒരു അനുഭവ പരിചയം മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്രധാന ചുമതല വഹിച്ചിട്ടോ VD സതീശന് ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയാണോ? അല്ല, അതൊരു വലിയ പോരായ്മയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എല്ലാത്തിനും ഒരു തുടക്കം വേണമല്ലോ. ഉം. ഇപ്പം ജീവിതത്തിൽ എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. ഇപ്പൊ ഒരാൾ മന്ത്രിയാകുമ്പോൾ അതുവരെ അയാൾ മന്ത്രിയല്ലായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ മുൻ മന്ത്രിമാർ മാത്രമേ മന്ത്രിയാകുള്ളൂ. ഉം. എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. ദർ ഇസ് എ ബിഗിനിങ് ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ അതുകൊണ്ട് പിന്നെ ഒരാളാകണമെന്നോ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൽ കക്ഷി ചേരുന്നില്ല. ഇതില് പിന്നെ സതീശനാകണോ, KC ആകണോ, ചെന്നിത്തല ആകണോ എന്നുള്ളതിലൊന്നും ഞാൻ കക്ഷി ചേരുന്നില്ല. പക്ഷേ പിന്നെ ചില വിഷയങ്ങളിൽ ഇപ്പൊ ഒരാൾക്ക് മുഖ്യമന്ത്രി ആകാൻ ഉള്ള യോഗ്യതയുണ്ടോ, ഇദ്ദേഹം പെട്ടെന്ന് ഡൽഹിയിൽ നിന്നും കെട്ടിയിറക്കിയ ആളാണോ എന്നുള്ള ചോദ്യത്തിന് ആണ് ഞാൻ മറുപടി പറഞ്ഞത്. KC വേണുഗോപാൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ രാഷ്ട്രീയത്തിലെ പല പോരാട്ടങ്ങളിലും രാഷ്ട്രീയ സമരങ്ങളിലും ഒക്കെ പങ്കെടുത്ത വ്യക്തി തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒട്ടും പിന്നെ ഞാൻ കുറച്ച് കാണുന്നില്ല. VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് അദ്ദേഹം കുറച്ചുകൂടെ നിലപാടുകളുടെ ദാർഢ്യവും നിലപാടുകളുടെ കാർക്കശ്യവും കൊണ്ട് ശ്രദ്ധേയനായി. ഇപ്പൊ ഉദാഹരണത്തിന് നിലമ്പൂർ മണ്ഡലത്തിലെ പിന്നെ അൻവറെ പിന്തുണയ്ക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷെ അൻവറെ പിന്തുണയ്ക്കേണ്ടതില്ല, അൻവറെ പിന്തുണച്ചില്ലെങ്കിലും UDF സ്ഥാനാർത്ഥി അവിടെ വിജയിക്കും എന്നുള്ള കൃത്യമായ നിലപാടെടുക്കുകയും ആ നിലപാട് ഇലക്ഷൻ വിജയത്തിലൂടെ സാധൂകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ VD സതീശൻ ഒരു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ ഒരു ക്വാളിറ്റി അവിടെ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനീ പറയുന്നത് ഇവർ മൂന്നുപേരും ഓരോ തലത്തിൽ, ഇപ്പൊ നമ്മൾ VD സതീശന്റെ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞു. എനിക്ക് രമേശ് ചെന്നിത്തലയെ കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം വ്യക്തി എന്നുള്ള നിലയിൽ തികഞ്ഞ മാന്യനായ ഒരു ജെന്റിൽമാൻ എന്നുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്ന് കേരള രാഷ്ട്രീയത്തിൽ ചോദിച്ചാൽ ഞാൻ പറയും രമേശ് ചെന്നിത്തലയാണ്. കാരണം എതിരാളികളെ ഒരിക്കലും, ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, ബിലോ ദ ബെൽറ്റ്, ഒരിക്കലും ആക്രമിക്കില്ല. എതിരാളികൾക്കെതിരെ മാന്യമായി യുദ്ധം ചെയ്യും. പലപ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് നിരവധി സർക്കാരിന്റെ അഴിമതികളെ പുറത്തു കൊണ്ടുവന്നു. അത് ഓർമ്മയുണ്ടല്ലോ, സ്പ്രിംഗ്ലർ, പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത്, അതുപോലെ നിരവധി സംഭവങ്ങൾ, പിന്നെ ഈ ബോട്ടുകൾ വാങ്ങിക്കാനുള്ള ഇടപാടുകൾ, അതുപോലെ പിന്നെ ഹൗസിംഗ് ഇടപാടിൽ ഉള്ള അഴിമതികളെ അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന അത്ര കേരളത്തിലെ ഒരു മാധ്യമം കൊണ്ടുവന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ KC വേണുഗോപാലിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ആലപ്പുഴ നഗരത്തില് ഇദ്ദേഹം വർഷങ്ങൾ MLA ആയിരുന്നു. ഈ ആലപ്പുഴ നഗരം ഒരു മരിച്ചുപോയ ഒരു നഗരമാണ്. അത് KCയുടെ ഒന്നും കുഴപ്പമില്ല, അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അതിന്റെ ഉത്തരവാദി. ആലപ്പുഴ നഗരം എന്നത് ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെളിച്ചെണ്ണ കൊപ്ര വ്യാപാരത്തിന്റെ കേന്ദ്രമാണ്. അവിടെ ട്രാവൻകൂർ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടായിരുന്നു. അതിൽ 108 മെമ്പർമാരുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഏതാണ്ട് 2000 ഒക്കെ ആയപ്പോഴത്തേക്കും അത് വെറും 10-ൽ താഴെയായി. അതായത് KC ഒക്കെ MLA ആകുന്ന ഒരു സമയം ആയപ്പോഴത്തേക്കും അത് 10-ൽ താഴെയായി ചുരുങ്ങി. അതായത് അവിടുത്തെ നിരന്തര തൊഴിലാളി സമരങ്ങൾ, അവിടുത്തെ മറ്റു തർക്കങ്ങൾ, ഇതൊക്കെ കാരണം ആലപ്പുഴ നഗരം വികസനം വഴിമുട്ടി. അവിടെ ആലപ്പുഴ നഗരത്തിൽ റോഡ് പണിയാൻ കോൺട്രാക്ട് ആരും എടുക്കത്തില്ല. കോൺട്രാക്ടർമാർ റോഡ് പണിയാൻ എടുക്കത്തില്ല, കാരണം അത്ര തൊഴിൽ പ്രശ്നമാണ് അവിടെ. പല പിന്നെ റോഡുകളും പണിയാൻ ആളില്ല. എനിക്ക് തോന്നുന്നു അവസാനം ധൈര്യപൂർവ്വം വന്ന കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായ വർഗീസ് കണ്ണമ്പള്ളി എന്ന വ്യക്തിയാണ് ലാഭവും നഷ്ടവും തനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ വന്ന് അവിടെ ചില റോഡൊക്കെ പണിഞ്ഞത്. അപ്പൊ പുള്ളി തന്നെ എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നഗരത്തിൽ MLA ആയിട്ട് അദ്ദേഹം അവിടെ ചില മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ആലപ്പുഴ നഗരത്തിൽ 2 കനാലുകളായിരുന്നു. ഈ 2 കനാലുകളായിരുന്നു ആ നഗരത്തിന്റെ അതായത് നഗരത്തിന്റെ വാണിജ്യത്തിന്റെ പിന്നെ ഒരു വഴികൾ. ഇതിലൂടാണ് ഈ വള്ളങ്ങളിൽ കൊപ്രയും വെളിച്ചെണ്ണയും ഒക്കെ പല സ്ഥലങ്ങളിലേക്ക് വന്നതും കടലിലേക്ക് അന്ന് തുറമുഖമുണ്ടായിരുന്ന ഒരു കാലമുണ്ട് ആലപ്പുഴയിലേക്ക്. തുറമുഖത്തേക്ക് ഈ വാണിജ്യ കേന്ദ്രങ്ങളിൽ നിന്നും ചരക്ക് നീക്കം ചെയ്തത് വള്ളങ്ങളിലൂടെയാണ്, വലിയ കേവ് വള്ളങ്ങൾ. പിന്നീടാണ് ആ കേവ് വള്ളങ്ങളാണ് പിന്നീട് ഹൗസ് ബോട്ടൊക്കെ ആയിട്ട് മാറി തുടങ്ങി, ചരക്ക് കൊണ്ടുപോകുന്ന വലിയ വള്ളങ്ങൾ. അപ്പൊ ആ 2 കനാലും മനുഷ്യൻ അതിന്റെ അടുത്തോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ
ദുർഗന്ധം വമിക്കുന്ന ഗാർബേജ് ഡിസ്പോസൽ സെന്ററായിട്ട് ചവറ് കൂനകളായിട്ട് മാറി. കനാലിന്റെ പല ഭാഗങ്ങളിലും പലരും കയ്യേറി. അതൊന്ന് വൃത്തിയാക്കാൻ ഈ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു തർക്കം കാരണം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണ്, സോഷ്യൽ ഫോറസ്ട്രിയുടെ ആണ് അതിന്റെ വശങ്ങൾ, അതിന്റെ വെള്ളം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആണ്, പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസ്. അത് പ്രായോഗികമായിട്ട് പരിഹരിക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി കനാൽ ഒരു പരിധി വരെ വൃത്തിയാക്കാൻ തന്നെ കൊണ്ട് കഴിയുന്നൊക്കെ ചെയ്ത അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു കർമ്മകുശലതയെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. വളരെ വേഗത്തിൽ തീരുമാനമെടുക്കാൻ, താൻ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യങ്ങളിലേക്ക് വളരെ കൃത്യമായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്ന ഇതുപോലൊരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. അതിൽ ഞാൻ ലീഡർ കെ കരുണാകരനെയാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. കൃത്യമായ തീരുമാനങ്ങൾ, ഈ വേണമെന്നും വേണ്ടാന്നും പറയാതെ വേണ്ടണമെന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല പുള്ളിക്ക് ഒന്നിൽ എസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ എന്ന് പറയും. തൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ അദ്ദേഹം അതുപോലൊരു വ്യക്തിയെ ഞാൻ ഈ അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പലതുകൊണ്ടും വലിയ ശക്തനായ ഒരു നേതാവ്, ദേശീയ തലത്തിൽ സ്വാധീനമുള്ള ആള്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാൽ ഞാൻ അതിശയിക്കില്ല. അദ്ദേഹം ചിലരൊക്കെ പറയും രാഹുൽ ഗാന്ധിയുടെ കാല് നോക്കി അല്ലെങ്കിൽ സേവ പിടിച്ച് നേതാവായത്, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇദ്ദേഹം വളരെ ശക്തനായ ഒരു നേതാവാണ്, വളരെ കർമ്മകുശലതയുള്ള നേതാവാണ്. ഹീസ് എ മാൻ ഓഫ് ആക്ഷൻ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ വലിയ ഫിലോസഫി ഒന്നും പറഞ്ഞ് നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ ഫിലോസഫിയും ആദർശമൊക്കെ പറഞ്ഞ് ഒരുപാട് ഇമേജ് ഉണ്ടാക്കുന്ന കേരളത്തിലെ നേതാക്കന്മാരല്ല, മാതൃഭൂമി സ്റ്റഡി സർക്കിൾ, അല്ലെങ്കിൽ മനോരമ ബാലജന സഖ്യം, അച്ചായന്റെ പിന്തുണയിൽ വന്ന ആള്, അങ്ങനെയൊന്നുമല്ല. കോൺഗ്രസ് എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ തന്നെ വന്ന, രാഷ്ട്രീയമായിട്ട് തന്നെ മുന്നോട്ട് വന്ന വ്യക്തി എന്നുള്ള നിലയിൽ കെ.സി. വേണുഗോപാലിന് അതേ ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് എനിക്ക്, അടി മുതൽ മുടി വരെ രാഷ്ട്രീയക്കാരൻ. അതിൽ മറ്റ് രീതിയിലുള്ള ഒരു കോൺഗ്രസിന് പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയുണ്ട്. ഇങ്ങനെ സമുദായ സംഘടനകളുടെ വലിയ പിന്തുണയോടുകൂടി വരുന്നു, അല്ലെങ്കിൽ മറ്റു ചില ആൾക്കാരുടെ ഗ്രൂപ്പുകളുടെ പിന്തുണ, ഇതൊന്നും ഇല്ലാതെ പാർട്ടിക്കുള്ളിലെ സ്വന്തം പ്രയത്നത്തിലൂടെ പാർട്ടിയിലെ സ്വാധീനം കൊണ്ട്, പാർട്ടി അണികളുമായിട്ടുള്ള ബന്ധം കൊണ്ട് കൃത്യമായിട്ട് മുന്നോട്ട് വന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ കെ.സി. വേണുഗോപാൽ ആ കാര്യത്തിൽ പുള്ളിക്ക് ഒട്ടും തന്നെ അനർഹത ആരോപിക്കാൻ ഒരു പഴുതുപോലും ഇല്ല എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു വസ്തുത. അദ്ദേഹം സംസ്ഥാനത്ത് മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്, ദേവസ്വം മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്, ടൂറിസം ദേവസ്വത്തിന്റെ ചുമതലയായിരുന്നു കുറച്ച് നാൾ പുള്ളിക്ക്. അപ്പൊ അവിടെയൊക്കെ ഒരുപാട് ആരോപണങ്ങളൊക്കെ, അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും പുള്ളിക്ക് നേരെ വന്നിട്ടില്ല. ഇനി ചില ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം ഒരാളെ കുറിച്ച് പറയുമ്പോൾ നല്ലത് മാത്രമല്ലല്ലോ, അവർക്ക് എല്ലാ വശമുണ്ട്. ഇദ്ദേഹത്തിനെ കുറിച്ച് ചില ആരോപണങ്ങൾ സരിതയുടെ കാലത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ആ ആരോപണങ്ങളൊക്കെ തന്നെ കോടതി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ ഒക്കെ അടിസ്ഥാനരഹിതമാണെന്ന് കോടതി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. തൽക്കാലം നമുക്ക് കോടതിയുടെ വിധി വിശ്വസിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. അദ്ദേഹത്തിന്റെ ഇതാണ് എനിക്ക് ഇതിനകത്ത് തോന്നുന്നത്. ഇതിൽ കോൺഗ്രസ്സുകാര് ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടരുതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കോൺഗ്രസ് അങ്ങനെ ചുമ്മാതെ പുല്ലുപോലെ ജയിച്ചു കയറി വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനും കോൺഗ്രസിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് ഈ ഇലക്ഷനിലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ ദിവസം 80 സീറ്റുകൾ കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഒരു പ്രസ്താവന നടത്തി. ആ 80 സീറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് തൃശ്ശൂര്, ഒല്ലൂര്, അതുപോലെ തൃശ്ശൂർ മണ്ഡലം, അസംബ്ലി മണ്ഡലം, പിന്നീട് തിരുവനന്തപുരത്തെ നേമം, തിരുവനന്തപുരത്തെ കഴക്കൂട്ടം, ഇങ്ങനെ 4-5 മണ്ഡലങ്ങൾ, ഇതൊക്കെ തന്നെ കടുത്ത മത്സരങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഞാൻ നോക്കിയിട്ട് ഒല്ലൂരിൽ മന്ത്രി രാജൻ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. അതുപോലെ കഴക്കൂട്ടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശരത്ചന്ദ്ര പ്രസാദ് 3-ാം സ്ഥാനത്തായിരിക്കുമെന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. ചിലപ്പോൾ എൻ്റെ വിലയിരുത്തൽ തെറ്റായിരിക്കാം. പക്ഷെ എൻ്റെ ഒരു തോന്നലിൽ ഞാൻ ഈ കോൺഗ്രസിന്റെ ലിസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഇങ്ങനെയാണ് 80 സീറ്റ് കിട്ടുന്നതെന്ന് കോൺഗ്രസ് കണക്കൂട്ടുകയാണെങ്കിൽ എനിക്കിനി അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടാതെ, ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ജനാധിപത്യപരമായിട്ട് കുതികാൽ വെട്ടില്ലാതെ ഭൂരിപക്ഷം MLA-മാര് പറയുന്ന ആരാണെന്ന് വെച്ചാൽ സതീശനെങ്കിൽ സതീശൻ, ചെന്നിത്തലയെങ്കിൽ ചെന്നിത്തല, KC എങ്കിൽ KC, അവര് ആകട്ടെ. ഇതൊന്നും ഇല്ലെങ്കിലും ഇവർക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പ്രസക്തിയുണ്ട്. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കോൺഗ്രസിന് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.